ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മരുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പം അല്പം വൈകിപ്പോയെങ്കിലും നാളത്തെ വിശേഷത്തിലേക്ക് വരുമ്പോൾ അലീനയുടെയും മനുവിൻ്റെയും വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടും ഈ ഗംഗാധരനും ശിവനും രാജീവും എല്ലാം കൂടി ആലോചിക്കുകയാണ്. എങ്ങനെയെങ്കിലും കമലയും അതുപോലെ തൻ്റെ കുട്ടികളെയും അതുപോലെ ബബിതനെയൊക്കെ ചില കാര്യങ്ങൾ അറിയിക്കേണ്ടിയിരിക്കുന്നു. അമ്മയെ അതുപോലെ ചില സത്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ അലീന ഇതുവരെയും സഹിച്ചതുപോലെയല്ല. ഒരു പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും സത്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കള്ളന്മാരാകും. അതുകൊണ്ട് ഒരു സൂചന കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മൂന്ന് പേരും കൂടെ ആലോചിക്കുക. അതിനിടയ്ക്കാണ് നമ്മുടെ ഹരിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. അങ്ങനെ ഹരി ചോദിക്കുകയാണ്, എന്താണ് ഇളയച്ച ഇങ്ങനെ സംഭവിച്ചത്? അവളെ കിഡ്നാപ്പ് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ വിട്ടത് വളരെ മോശമായിപ്പോയി. നമ്മുടെ തോൽവി സമ്മതിക്കുന്ന പോലെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, നൈസായിട്ട് പറയുന്നുണ്ട്, അല്ലടാ അതൊക്കെ നമ്മുടെ വിജയം തന്നെയാണ്. ഇതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്, നീ വാ, ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് പറയുകയും അങ്ങനെ ഹരിയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയും ഈ സമയത്ത് ഗംഗാധരനും തൻ്റെ അച്ഛനായ ശിവനുമൊക്കെ അവിടെയുണ്ട്. ശിവനും അവരൊക്കെ എല്ലാവരും കൂടെ ആലോചിച്ച് പറയുകയാണ്, എടാ ഹരി, നമ്മൾ ഒരുപാട് പ്രയത്നിച്ച് അവളെ ഇവിടുന്ന് പുറത്താക്കുവാൻ, പക്ഷേ പുറത്താക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ബാലചന്ദ്രൻ അവളെ തിരിച്ചു വിളിച്ചോണ്ട് വരും. അതുകൊണ്ട് നമുക്ക് ഒന്ന് തോൽവി സമ്മതിക്കുന്ന പോലെ അങ്ങ് നിൽക്കാം. എന്നിട്ട് അവളെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ അത് തന്ത്രപൂർവ്വം ചെയ്യണം. കാരണം നിൻ്റെ അച്ഛനും അതുപോലെ ഇളയച്ചനൊക്കെ ഞങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടവരാണ്. അലീനയെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ പെട്ടുപോകും. നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുപോലെ കേസിനും നൂലാമാലകൾക്കൊക്കെ പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു വഴിയേക്കല്ല നമ്മൾ ഇനി പോകാൻ പോകുന്ന, മറിച്ച് നമ്മൾ തന്ത്രപരമായിട്ട് കുറച്ച് സാവകാശത്തിൽ അലീനയെ ഇവിടുന്ന് പുറത്താക്കുവാനുള്ള ചില നീക്കങ്ങളാണ് ഞങ്ങളും നിൻ്റെ അച്ഛനും ഇളയച്ചനും ഒക്കെ ചെയ്യുന്നത് എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. അപ്പം ഹരിക്കെന്തോ സംശയമുണ്ടാവും, നിങ്ങളെന്താണ് ഈ പറയുന്നത്? ഇന്നലെ വരെയും അലീനയെ എങ്ങനെയെങ്കിലും എന്ത് കേസ് വന്നാലും ലോകം ഇടിഞ്ഞു വേണമെന്ന് പറഞ്ഞ്, ആകാശം ഇടിഞ്ഞു വേണമെന്ന് പറഞ്ഞാലും അവളെ പുറത്താക്കുമെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കോട്ടെ. അപ്പം പറയുകയാണ് തൻ്റെ അച്ഛനായ ശിവനും പറയണ, ഹരി നമുക്ക് പതിയെ അവളെ ഇവിടുന്ന് ഒഴിവാക്കാം. അതാണ് നിൻ്റെ വലിച്ചൻ പറയുന്നത് എന്ന് പറയുകയാണ്. ഇതിനിടയിൽ പറയുകയാണ് തൻ്റെ വലിച്ചനായ ഗംഗാധരൻ പറയണ, ഇനി അതുകൊണ്ട് നമ്മൾ പ്രകടമാക്കി ഒരു കാരണവശാലും അലീനയുടെ ശത്രുവായി നമ്മൾ നിൽക്കല്, മറിച്ച് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായിക്കോട്ടെ, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, പക്ഷേങ്കിൽ നമ്മൾ പ്രകടമായി അവളുടെ ശത്രുവാണെന്ന് ആരും അറിയാതെ നമുക്ക് പതിയെ അവളെ അവിടുന്ന് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ശത്രുവല്ല അലീന, മറിച്ച് നമ്മുടെ മിത്രമാണ്. അങ്ങനെ നമ്മൾ നിൽക്കണം എന്ന് പറയുകയും ഇത് കേട്ടപ്പോൾ നമ്മുടെ ഹരിക്ക് ദേഷ്യമുണ്ടായി. കാരണം ഹരിയെ അതുപോലെ ദ്രോഹിച്ച്, അല്ലെങ്കിൽ ഹരിയുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാത്ത, അല്ലെങ്കിൽ അതിനൊക്കെ തിരിച്ചടി കൊടുത്ത അലീനയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് എടുത്തുചാട്ടത്തോടു കൂടി നിന്ന ഹരിക്ക് ഇത് വലിയൊരു തിരിച്ചടിയാകുകയും, എന്നാൽ ആ പറഞ്ഞ വാക്കുകൾ ഹരി ഉൾക്കൊള്ളാതെ അവരോട് ദേഷ്യത്തോടു കൂടി, ഇല്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അവളോട് മമത കൂടുകയോ അവളോട് സ്നേഹം പങ്കിടുകയോ അവൾ പറയുന്നത് കേട്ട് എന്തെങ്കിലും ചെയ്തോ, പക്ഷേ എന്നെ അതിന് കേട്ടത്തില്ല. അച്ഛനല്ല, വെല്ലിച്ചനല്ല, ഇളയച്ചൻ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കില്ല എന്ന് പറയും. അങ്ങനെ അവരുടെ മുൻപിൽ നിന്ന് വഴക്കുണ്ടാക്കി പോകുന്ന ഹരീനെയാണ് കാണുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് നേരെ എന്ന് കമലയോട് പറയും. കമല ഇത് കേട്ടപ്പോൾ ദേഷ്യമുണ്ടാകിയ കമലയോട് പറയുന്ന ഭാഗം വേറെയാണ്. അച്ഛനും കൊച്ചച്ഛനും വെല്ലിച്ചനും ഒക്കെ കൂടി അലീനയെ സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് അമ്മയെ കാണുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളിത് അംഗീകരിക്കില്ല എന്ന് പറയുകയും അവളെ സംരക്ഷിക്കുന്ന എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ കമലയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുക. അപ്പോൾ കമല വന്ന് തൻ്റെ ഭർത്താവായ ശിവനോട് ചോദിക്കുകയും ശിവൻ പറയുകയാണ്, അതൊക്കെ ഒതുക്കത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യും, എടുത്തിയാടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ അപകടങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ സാവകാശം ഈ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയോട്ടോ. അപ്പോൾ കമലയ്ക്ക് ദേഷ്യമുണ്ടാക്കുകയും അതിനിടയ്ക്ക് മനുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇടപെടുത്തി കേട്ടോ. കാരണം മനുവും നിങ്ങളൊക്കെ അലീനയ്ക്ക് സപ്പോർട്ടാണ്. മനു ആണെങ്കിൽ ഏത് സമയവും അവളുടെ പുറകെയാണെന്ന് പറയുകയും, അപ്പം നമ്മുടെ ശിവൻ പറയുന്ന, അതിനിപ്പോൾ എന്താണ്, അവനല്ലേ അവളെ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കടമ അവനുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഈ സമയത്ത് എന്നാൽ ഒരു കാര്യം ചെയ്യും, അവളെ അങ്ങ് കെട്ടിച്ചു കൊടുക്കാൻ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, അവനെ ഇഷ്ടമാണെങ്കിൽ അവൾ കെട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക.
അപ്പോൾ പെട്ടെന്ന് കമല നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ, വന്ന് അവളെ നിങ്ങളുടെ തലയിൽ കയറ്റി വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ഏതൊക്കെ പിഴച്ചു പറ്റ അവളെ ബാലചന്ദ്രൻ കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ ഇനി എൻ്റെ മകൻ്റെ തലയിലും അവളെ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ശിവന് പെട്ടെന്ന് ദേഷ്യമുണ്ടാക്കുകയും ആദ്യമായിട്ട് കമലയ്ക്ക് നേരെ കൈ ഓങ്ങുകയും ചെയ്യുന്നൊരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അങ്ങനെ എന്തായാലും കമലയ്ക്ക് നേരെ കൈ ഓങ്ങിയപ്പോൾ കമലയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. കാരണം ഇതുവരെയും അങ്ങനെ ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കമലയും പേടിച്ചു പോവുകയും അതിനുശേഷം കമലയോട് പറയും, നീ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറയുക, ഒരു ഭീഷണി മുഴക്കൊക്കെ ചെയ്യുന്ന നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിന് ശേഷം നമ്മൾ കാണുന്ന ഗംഗാധരന് മടങ്ങിപ്പോകാൻ സമയമായി. അതിനിടയിൽ ഗംഗാധരൻ തൻ്റെ അമ്മയുടെ അടുക്കൽ ചെന്ന് പറയുകയും അമ്മയെ ആശ്വസിപ്പിക്കുകയും ഇതിനിടയിൽ കമലയുടെ മുത്തശ്ശി നമ്മുടെ നമ്മുടെ വൈജയന്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും. അതിനൊപ്പം അലീനയുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പറയുന്നുണ്ട്, ഗംഗാധരൻ ഒരു സൂചന കൊടുക്കുകയാണ്, അമ്മേ അലീന അവൾ പാവമാണ്, അവളാണ് ഇപ്പോൾ അവളുടെ വൈജയന്തിൻ്റെ കൂടെയുള്ളത്. മറ്റൊരു കാര്യം അമ്മ, ഒരു രഹസ്യമായിട്ടൊരു കാര്യം ഞാൻ പറയുകയാണ്, അവൾ ഈ അന്യതായി അല്ലെങ്കിൽ അന്യരല്ല, മറിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവളെ അമ്മ സംരക്ഷിക്കണം. ആരൊക്കെ എതിർത്താലും ഞങ്ങൾ അവളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അമ്മയും കൂടെ ചില സത്യങ്ങൾ തിരിച്ചറിയണമെന്നും അങ്ങനെ ആ സത്യം വൈജയന്തിയുടെ പൂർവ്വകാല ചരിത്രങ്ങളും അതുപോലെ വൈജയന്തിക്കുണ്ടായ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അമ്മയോട് ഓർപ്പിക്കുകയും ഇടയിൽ മുത്തശ്ശി പറയുന്നത്, ആ കുട്ടി മരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആ കുട്ടി മരിച്ചിട്ടില്ല, അതാണ് നമ്മൾ ഇന്ന് കാണുന്ന അലീന എന്ന് സത്യം ഗംഗാധരൻ തൻ്റെ അമ്മയോട് അല്ലെങ്കിൽ അലീന മുത്തശ്ശിയോട് പറയുകയും ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയും ചെയ്യുന്നൊരു ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും ബാലചന്ദ്രനെയും അതുപോലെ വൈജയന്തിയുടെയും അലീനയൊക്കെ ഭാഗം നാളത്തെ എപ്പിസോഡിലും കാണാൻ സാധ്യതയില്ല. എന്തായാലും വീണ്ടും അടുത്ത ദിവസത്തെ റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.